നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആദ്യം പ്രധാന വാർത്തകൾ. ബഹിരാകാശ രംഗത്ത് ഇന്ത്യൻ വിജയഗാഥ. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്ററിലേക്ക് പ്രവേശിച്ചു. ദൌത്യം വിജയം കണ്ടത് 125 ദിവസം കൊണ്ട് 15 ലക്ഷം കിലോമീറ്റർ പിന്നിട്ട്. മറ്റൊരു നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി. ED സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ബംഗാൾ കലുഷിതം. മമതാ സർക്കാരിന് ഗവർണറുടെ താക്കീത്. ബംഗാൾ ബനാന റിപ്പബ്ലിക് അല്ലെന്ന് ഗവർണർ. രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ട അധീർ രഞ്ജൻ ചൌധരി. വേണ്ടെന്ന് KC വേണുഗോപാൽ. തോമസ് ഐസക്കിനെ വിടാതെ ED കിഫ്ബി മസാല ബോണ്ട് കേസിൽ 12-ന് ഹാജരാകണം. നിയമപരവും രാഷ്ട്രീയവുമായി നേരിടുമെന്ന് ഐസക് ന്യൂസ് 18നോട്. വണ്ടിപ്പെരിയാർ ഇരയുടെ അച്ഛന് കുത്തേറ്റു. കുത്തിയത് കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധു. മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിൽ 3 പേർ തമിഴ്നാട്ടിൽ കസ്റ്റഡിയിൽ. സർക്കാരിനോട് ഭയപ്പെട്ട് ഗവർണർ. നയപ്രഖ്യാപന പ്രസംഗം നടത്തും. സർക്കാരുമായി ഒരു പ്രശ്നവുമില്ല. ഗവർണർ വായി നോക്കിയെന്ന് MM മണി. ഇന്ത്യൻ ഭരണഘടനയെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതനുസരിച്ച് രാഷ്ട്രപതിയാണ് പിന്നെ തെരഞ്ഞെടുക്കുന്ന വോട്ടെടുത്ത. ഇത് അതൊന്നും ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥനാണ്. വെല്ലുകൾ നടക്കുന്നൊരു വായി നോക്കിയൊക്കെയാണ് ഗവർണറായി കൊണ്ടുവെക്കുന്നത്. ഇടുക്കിയിലെ LDF ഹർത്താൽ അനാവശ്യമെന്ന് പ്രതിപക്ഷ നേതാവ്. 2001 കായംകുളത്ത് കാലുവാരിയെന്ന് ആവർത്തിച്ച് G സുധാകരൻ. പുറകിൽ കഠാര ഒളിപ്പിച്ച് കുത്തുക ചിലരുടെ ശൈലി. KK ചെല്ലപ്പൻ തനിക്കെതിരെ നിന്നു. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും വിമർശനം. സാമുദായിക പരാമർശത്തിൽ K മുരളീധരനെ തള്ളി MM ഹസൻ. സംഘടനകളുമായി കോൺഗ്രസിന് നല്ല ബന്ധം. നേതൃത്വത്തിന് പരിചയക്കുറവ്. രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാത്തത് പോരായ്മയെന്നും ഹസൻ. KSU അസംബ്ലി പ്രസിഡന്റുമാരുടെ പട്ടിക മരവിപ്പിച്ച് ദേശീയ നേതൃത്വം. കലോത്സവ ചൂടിൽ കൊല്ലം. സ്വർണ്ണക്കപ്പിനായി പൊരിഞ്ഞ പോരാട്ടം. കുതിപ്പ് തുടർന്ന് കണ്ണൂർ. വെല്ലുവിളി ഉയർത്തി കോഴിക്കോടും പാലക്കാടും. ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് റിട്ടയർഡ് SI. പ്രതി തൂങ്ങി മരിച്ചു. ഭാര്യ മാതാവിനും ആക്രമണത്തിൽ പരിക്ക്. സംഭവം കൊച്ചിയിൽ. രാജ്യത്തിന്റെ ആദ്യ സൗരദൌത്യമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത്. ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിലേക്ക് ആദിത്യ L1 പ്രവേശിച്ചു. L1 പോയിന്റിലെത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 125 ദിവസം കൊണ്ട് 15 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ലഗ്രാഞ്ച് പോയിന്റിൽ പേടകം എത്തിയത്. ഭൂമിയുടെയും സൂര്യന്റെയും ആകർഷണങ്ങളിൽ പെടാതെ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിലാണ് ആദിത്യ വലം വയ്ക്കുക. ഇന്ത്യ മറ്റൊരു നാഴികക്കല്ല് സൃഷ്ടിച്ചെന്ന് പ്രധാനമന്ത്രി. ശാസ്ത്രജ്ഞരുടെ അർപ്പണബോധത്തിന്റെ ഫലമാണിതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബംഗളൂരുവിലെ ISRO ട്രാക്കിംഗ് ആൻഡ് ടെലിമെട്രി നെറ്റ്വർക്കിൽ നിന്നാണ് പേടകത്തെ നിയന്ത്രിച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-ന് വിക്ഷേപിച്ച പേടകം 126 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനത്തെത്തിയത്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, മറ്റൊരു നാഴികക്കല്ല് എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. ധന്യ, ചന്ദ്രയാൻ ദൗത്യത്തിന് ശേഷം ഇപ്പോൾ ആദ്യ സൗര പര്യവേഷണ ഉപഗ്രഹമായ ആദിത്യ L1 ലക്ഷ്യം കണ്ടിരിക്കുന്നു. വിജയത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഒരു നാഴികക്കല്ല് കൂടെ ഇന്ത്യ പിന്നിട്ടിരിക്കുകയാണ്. ISRO പിന്നിട്ടിരിക്കുകയാണ്. അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിനാണ് ഇന്ത്യ അല്പസമയം മുമ്പ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യ ISRO വിക്ഷേപിച്ച ആദിത്യ L1 സൂര്യനെ കുറിച്ച് പഠിക്കും. സൂര്യന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും.
പ്രധാനമായും സൂര്യന്റെ കാലാവസ്ഥ, സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങൾ, ആ വികിരണങ്ങൾ ഭൂമിയെ ഏത് തരത്തിൽ ബാധിക്കുന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ആദിത്യ L1 പഠിക്കാൻ സാധിക്കുക. ഏതായാലും അഭിമാനമായ നിമിഷങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. ഇത്തരത്തിൽ അതായത് ആദിത്യ L1 ഇപ്പോൾ ലഗ്രാഞ്ച് പോയിന്റിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് ഈ പഠനം നടത്തുക. ഈ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്നും സൂര്യനിൽ നിന്നും ഉള്ള ആകർഷണങ്ങളെ ഭേദിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരിടത്താണ് ഇപ്പോൾ ആദിത്യ L1 ഉള്ളത് എന്ന് പറയാം. ആ ഭ്രമണപരത്തിൽ ഇരുന്നാണ് ആദിത്യ L1 സൂര്യനെ കുറിച്ച് പഠിക്കുക. പ്രധാനമായും ഹാലോ ഓർബിറ്റിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇങ്ങനെ L1 പ്രവേശിക്കുന്ന 4ാമത്തെ ബഹിരാകാശ രാഷ്ട്രമായി ഇന്ത്യ മാറുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 7 പേലോഡുകളാണ് ഈ ആദിത്യ L1 ഉള്ളത്. ഇവയെല്ലാം തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ് നടത്തുക. ദൗത്യം അതായത് സെപ്റ്റംബർ 2-നാണ് ഈ ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. അതിനുശേഷം 126 ദിവസങ്ങൾ എടുത്താണ് ആദിത്യ L1 ഇപ്പോൾ ലക്ഷ്യം കണ്ടിരിക്കുന്നത്. 126 ദിവസങ്ങളും 15 ലക്ഷം കിലോമീറ്റർ ദൂരത്തിലൂടെ സഞ്ചരിച്ചാണ് ആദിത്യ L1 ഇപ്പോൾ ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയിരിക്കുന്നത്. 5 വർഷമാണ് ഇത് പഠനം നടത്തുക. ഈ 5 വർഷ കാലയളവിൽ ചന്ദ്രന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അതായത് ISROയിലേക്ക് അയക്കും. ഇതിനു മുമ്പ് ജപ്പാൻ ഏജൻസിയും അമേരിക്കയുടെ നാസയുമാണ് ഈ ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇന്ത്യ ഇപ്പോൾ അവരോടൊപ്പം എത്തിയിരിക്കുന്നു എന്ന് പറയാം. അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ്. 7 പേലോഡുകളാണ് ആദിത്യ L1 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സൂര്യന്റെ കൊറോണയെ പഠിക്കുന്ന വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് അഥവാ VLLC ആണ് ഒന്നാമത്തേത്. ബംഗളൂരുവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലാണ് ഈ ഉപകരണം നിർമ്മിച്ചിരിക്കുന്നത്. പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് വികസിപ്പിച്ച സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് അഥവാ സ്യൂട്ട് ആണ് രണ്ടാമത്തെ പേടകം. സൂര്യനിൽ നിന്നുള്ള എക്സ്റേ തരംഗങ്ങളെ പഠിക്കാനുള്ള സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ അഥവാ സൊലെക്സസ്, ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ അഥവാ ഹേലിയോസ് എന്നിവയാണ് മറ്റ് 2 പേലോഡുകൾ ഉള്ളത്. സൂര്യനിൽ നിന്ന് വരുന്ന കണങ്ങളെ നിരീക്ഷിക്കുന്ന ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്, പ്ലാസ്മ അനലൈസർ, പാക്കേജ് 4 ആദിത്യ എന്നീ ഉപകരണങ്ങളും ഒരു മാഗ്നറ്റോമീറ്ററും ദൗത്യത്തിന്റെ ഭാഗമാണ്. ഏതായാലും രാജ്യം ഒരു നാഴികക്കല്ലുകൂടെ പിന്നിട്ടിരിക്കുകയാണ്. ബഹിരാകാശ പര്യവേഷണ രംഗത്ത് അഭിമാനമായി മാറിയിരിക്കുകയാണ് ISRO. ധന്യ. കൊച്ചിയിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം റിട്ടയർഡ് SI തൂങ്ങി മരിച്ചു. ചേർന്നല്ലൂർ സ്വദേശി KV ഗോപിനാഥാണ് മരിച്ചത്. ഭാര്യ രാജശ്രീ, ഭാര്യ മാതാവ് ആനന്ദവല്ലി എന്നിവർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഭിഭാഷകനായ മകൻ അമർ ഉച്ചഭക്ഷണത്തിനായി വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. തുടർന്ന് മറ്റുള്ളവരെ വിവരം അറിയിക്കുകയും പരിക്കേറ്റ അമ്മയെയും മുത്തശ്ശിയെയും ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്താണ് സംഭവിച്ചത്? ധന്യ, കഴിഞ്ഞ കുറെ നാളുകളായി ഗോപിനാഥനും അതോടൊപ്പം ഭാര്യയുമായിട്ട് തർക്കം നിലനിന്നിരുന്നു. കുടുംബപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് രണ്ടുപേരും തമ്മിൽ വഴക്ക് ഉണ്ടായതായാണ് പരിസരവാസികൾ പറയുന്നത്. ഇതിനുശേഷം ഗോപിനാഥൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ അയാളുടെ തന്നെയുള്ള ഒരു വീട്ടിലായിരുന്നു, ഇവിടേക്ക് എത്തിയിരുന്നില്ല. പിന്നീട് ഇവരുടെ പെൻഷൻ ബുക്ക് അടക്കമുള്ള കാര്യങ്ങളിലും പെൻഷൻ വാങ്ങുന്ന സംബന്ധിയായ ചില കാര്യങ്ങളിലും എല്ലാം തന്നെ തർക്കമുണ്ടായതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇവിടെ എത്തുകയും ഇത് സംബന്ധിച്ചുള്ള ഒരു തർക്കം പറഞ്ഞ് അവസാനിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നതാണ്. ഇതിനുശേഷം ഇന്ന് അയാൾ വീട്ടിലേക്ക് വന്ന് ഇവർക്ക് നേരെ ഈ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ഭാര്യയെയും ഭാര്യ മാതാവിനെയും വെട്ടി പരിക്കേൽപ്പിക്കുകയും ശേഷമാണ് ഇയാൾ വീട്ടിൽ തൂങ്ങി മരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പെട്ടെന്ന് അറിയുന്നത് മകൻ അമർ അഭിഭാഷകനായി നോക്കുകയാണ്. അമർ ഉച്ചഭക്ഷണത്തിന് വീട്ടിലെത്തുന്ന സമയത്താണ് ഈ വീടിന്റെ മുറ്റത്ത് ചോര കാണുന്നു, തിണ്ണയിൽ ചോര പാടുകളെല്ലാം തന്നെ കാണുന്നതിന് ശേഷമാണ് ചുറ്റുപാടുമുള്ളവരെല്ലാം തന്നെ അറിയിക്കുകയും ഉടൻ തന്നെ പരിക്കേറ്റ അമ്മയും മുത്തശ്ശിയും ആശുപത്രിയിലേക്ക് അടക്കം മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ അകത്ത് അച്ഛൻ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അമറിന്റെ. തുടർന്ന് പോലീസിലടക്കം വിവരം അറിയിക്കുകയും പോലീസ് എത്തിയപ്പോൾ ചേരാനല്ലൂർ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സ്ഥലത്ത് ACP അടക്കമുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ധന്യ. നന്ദി ഡാനി.
പശ്ചിമബംഗാളിൽ ഇ.ഡി. സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച് ഗവർണർ സി.വി. ആനന്ദബോസ്. സംസ്ഥാനത്ത് ജനാധിപത്യം അപകടത്തിലാണെന്നും സർക്കാർ ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിച്ചതായും ഗവർണർ സി.വി. ആനന്ദബോസ് പറഞ്ഞു. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് തുടർ നടപടി കൈക്കൊള്ളുമെന്നും ഗവർണർ പ്രതികരിച്ചു. ആക്രമണത്തിൽ ഗവർണർ ഉടൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും. ഇഡിയും പശ്ചിമബംഗാൾ പോലീസും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു പുറമെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് ഇഡിക്കെതിരെ പരാതിയുണ്ട്. ആക്രമണത്തിന് പിന്നാലെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പോരും മുറുകുകയാണ്. മമതാ ബാനർജി രാജിവെക്കണമെന്നും NIA അന്വേഷണം വേണമെന്നും BJP ഉന്നയിക്കുമ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാണ് ഇന്ത്യ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ ഇഡിയാണ് പ്രകോപനമുണ്ടാക്കിയതെന്നാണ് തൃണമൂൽ വാദം. അതിനിടെ റേഷൻ അഴിമതിയിൽ തൃണമൂൽ നേതാവ് ശങ്കരാദിയെ ഇഡി അറസ്റ്റ് ചെയ്തു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇഡി സംഘത്തിന് നേരെ കല്ലെറിഞ്ഞ പാർട്ടി പ്രവർത്തകർക്ക് നേരെ CRPF ലാത്തിവീശി. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ജനുവരി 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് നോട്ടീസ്. നോട്ടീസ് അയക്കുന്നത് നേരത്തെ ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇഡി നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് വിമർശിച്ച തോമസ് ഐസക് മസാല ബോണ്ട് കേസിലാണ് വിളിച്ചു വരുത്തുന്നതെന്ന് പറയാൻ ഇഡിക്ക് 1.5 വർഷം വേണ്ടി വന്നതായും വിമർശിച്ചു. ഈ മാസം 12-ന് തോമസ് ഐസക്കിനോട് ഹാജരാകാൻ ഇഡി ആവശ്യപ്പെടുമ്പോൾ അതിലൂടെ ഇഡി വ്യക്തമാക്കുന്നത് മസാല ബോണ്ടിലുള്ള അന്വേഷണം ഇത് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി അയച്ച സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ തോമസ് ഐസക് എത്തിയിരുന്നു. അന്ന് തോമസ് ഐസക്കിന് ഏതാണ്ട് അനുകൂലമാവുന്ന രീതിയിൽ തന്നെയായിരുന്നു ഹൈക്കോടതി കേസ് നിരീക്ഷിച്ചത്. കാരണം ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഈ മസാല ബോണ്ടിലുള്ള അന്വേഷണമാണെങ്കിൽ കിഫ്ബി തന്നിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത് തന്റെ വ്യക്തിപരമായ വിവരങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് ഈ നോട്ടീസ് ഭൂരിഭാഗവും വ്യക്തമാക്കുന്നത്. അത് തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലുള്ള ഇഡിയുടെ ഒരു കടന്നുകയറ്റം തന്നെയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നതെന്നതായിരുന്നു തോമസ് ഐസക് ഹൈക്കോടതിയിലടക്കം ബോധിപ്പിച്ചിരുന്നത്. ഹൈക്കോടതിയും ഏതാണ്ട് അത് ശരിവെക്കുകയും ചെയ്തു. കാരണം ഈ നോട്ടീസ് പരിശോധിക്കുമ്പോൾ തോമസ് ഐസക്കിന്റെ വ്യക്തിഗത വിവരങ്ങളാണ് ഇതിൽ മസാല ബോണ്ടിനേക്കാൾ അധികം ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതിക്കും അതിൽ ശരിവെക്കേണ്ട അടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇഡി നോട്ടീസ് പിൻവലിച്ചിരുന്നു. പക്ഷേ അന്വേഷണം തുടരുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന നിയമോപദേശം ഇഡിക്ക് ലഭിച്ചു. ഹൈക്കോടതിയും അത് ശരിവെക്കുകയും ചെയ്തു. തുടർന്ന് കുറച്ചു നാളത്തേക്ക് ഇത് സംബന്ധിച്ച് യാതൊരു കാര്യങ്ങളിലും നടപടികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വീണ്ടും ഇഡി നോട്ടീസ് അയക്കാൻ തീരുമാനിക്കുക. ഇപ്പോൾ നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് തോമസ് ഐസക്കിന്റെ പ്രതികരണം ഇത് രാഷ്ട്രീയപരമായ നീക്കം തന്നെയാണ്. അത് ആ രീതിയിൽ തന്നെ കാണുന്നു. ഇതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടുന്നു. ഒപ്പം തന്നെ നിയമപരമായി തന്നെ നേരിടുന്നു. തന്റെ കൂടി സൗകര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ആയിരിക്കും ഇക്കാര്യത്തിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ നോട്ടീസിന് ഹാജരാകുമെന്നതാണ് തോമസ് ഐസക് പറയുന്നത്. 12-ാം തീയതി ഹാജരാവണം എന്നുള്ളതാണ്. നമ്മുടെ സൗകര്യം കൂടി നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ കൊടുക്കും. ഏതായാലും നേരത്തെ ഉള്ള ഇന്നൊരു വ്യത്യാസമുണ്ട് നോട്ടീസിൽ. അന്ന് എന്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും വാരി വലിച്ചു കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ അങ്ങനെയുള്ള പരാമർശമൊന്നുമില്ല. ചില ക്ലാരിറ്റി അവർക്ക് വരുത്താൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി വീണ്ടും നോട്ടീസ് അയച്ചതോടെ ഈ കേസിൽ മസാല ബോണ്ട് വിഷയം വീണ്ടും സജീവമാകുകയാണ്. ഇത് രാഷ്ട്രീയപരമായ ഒരു നീക്കമെന്ന് തന്നെ തുടക്കത്തിൽ തന്നെയും CPM-ഉം ഇടതുപക്ഷവും എല്ലാം തന്നെ ഈ കേസിനെ കണ്ടതും ആ രീതിയിൽ തന്നെയാണ്. വീണ്ടും ഇഡി നോട്ടീസ് അയക്കുന്നതിലൂടെ രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇഡി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയുള്ള ആക്ഷേപങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ്. അത്തരം ആക്ഷേപങ്ങളും അത്തരം ചർച്ചകളും രാഷ്ട്രീയ ചർച്ചകളും വീണ്ടും സജീവമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും തോമസ് ഐസക് 12-ന് ഹാജരാകുമോ എന്നതാണ് അദ്ദേഹം നൽകുന്ന മറുപടി. അത് ഏത് രീതിയിലായിരിക്കും എന്നതാണ് ഇഡിക്ക് നൽകുന്ന മറുപടി എന്തായിരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് കുത്തേറ്റു. കേസിൽ പ്രതിയായിരുന്ന അർജുന്റെ ബന്ധുവാണ് വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് ആക്രമിച്ചത്. കുട്ടിയുടെ മുത്തച്ഛനും പരിക്കേറ്റു. ആക്രമണം നടത്തിയ പാൽരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നു രാവിലെ വണ്ടിപ്പെരിയാർ പശ്ചിമല ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. ബൈക്കിൽ പോവുകയായിരുന്ന കുട്ടിയുടെ പിതാവിനും മുത്തശ്ശനും നേരെ പാൽരാജ് അസഭ്യം പറയുകയായിരുന്നു. ഇതോടെ വാഹനം നിർത്തി ഇരുവരും ഇത് ചോദ്യം ചെയ്യുകയും തുടർന്ന് വാക്കേറ്റമുണ്ടാവുകയും പാൽരാജ് കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു. അർജുനന്റെ ചിറ്റപ്പൻ ബാബു എന്ന് പറഞ്ഞ പാൽരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ കണ്ടിട്ട് കൈ കൊണ്ടിങ്ങനെ കാണിക്കും. ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേന് ഇവൻ പാക്കറ്റിൽ നിന്ന് കത്തി പോലത്തെ സാധനം എടുത്തിട്ട് കുത്തുവാണ്. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലപ്പെടുത്തേന് ഞങ്ങൾ അന്നേരം അറിഞ്ഞില്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് കുത്തുന്നത്. അപ്പം ആൾക്കാരൊന്ന് പിടിച്ചു മാറ്റി കഴിഞ്ഞാൽ നോക്കുന്ന എല്ലാം പൊട്ട് ദേഹത്തെല്ലാം കുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്.
കുട്ടിയുടെ പിതാവിന്റെ ഇരുകാലുകളിലും വയറിനും പരിക്കേറ്റു. മുത്തശ്ശന്റെ കൈക്കും വയറിനും നിസാര പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പാൽരാജിനെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 ഇടുക്കി. ഉന്നാവോ സംഭവം പോലെയാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിയുടെ കുടുംബം ഭീഷണിപ്പെടുത്തുന്നതായി നേരത്തെ ഇരയുടെ കുടുംബം പറഞ്ഞിരുന്നു. ഇരയുടെ കുടുംബത്തെ ആക്രമിക്കുന്നത് പോലീസ് നോക്കി നിൽക്കുകയാണെന്നും ഡിവൈഎഫ്ഐക്കാരനായ പ്രതിയെ രക്ഷിക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇത് ഉന്നാവോയിലുണ്ടായ യു.പിയിൽ നടന്ന സംഭവം പോലെയാണ്. യു.പിയിൽ ഇരയായി മാറിയ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ കൊല്ലുകയാണ് ഈ വേട്ടക്കാരായിരുന്ന ആളുകൾ മുഴുവൻ. തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രതിയുടെ കുടുംബാംഗങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നതായും തനിക്ക് തന്നെ ഭയപ്പെടുത്തുന്നതായും ഒക്കെ ഈ കുട്ടിയുടെ പിതാവ് പരാതിപ്പെട്ടിരുന്നു. ഞങ്ങളത് പോലീസിന്റെ ശ്രദ്ധയിലും ഞങ്ങളത് പെടുത്തിയിരുന്നു. എന്തൊരു ദുരന്തമാണ് ആ കുടുംബത്തിനുണ്ടായത്. അതിലെ പ്രതിയെ വെറുതെ വിട്ടു. ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത്. എന്നിട്ട് ഈ കുഞ്ഞിന്റെ പിതാവിനെ പ്രതിയുടെ ബന്ധുക്കൾ ഉപദ്രവിക്കുക, ശാരീരികമായി ആക്രമിക്കുക, അവരുടെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുക, പോലീസ് നോക്കുകുത്തിയായി. പോലീസിന്റെ മുഴുവൻ ഗൂഢാലോചനയാണ്. ഡിവൈഎഫ്ഐക്കാരനായ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് നടത്തിയ, പ്രോസിക്യൂഷൻ നടത്തിയ ഗൂഢാലോചനയാണ് ഈ കേസിലെ പ്രതിയെ വെറുതെ വിട്ടത്. അതിനുശേഷം പ്രതിയെ വെറുതെ വിട്ടതിന് ശേഷവും ആ കുടുംബത്തെ ഇരയുടെ കുടുംബത്തെ വേട്ടയാടുന്ന യു.പിയിൽ പോലും നടക്കുന്നത് പോലെയുള്ള വിചിത്രമായ സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നോർത്ത് തലകുനിച്ച് നിൽക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിൽ. ഞങ്ങള് മകളെ മാപ്പെന്നുള്ള KPCCയുടെ പരിപാടി നാളെ വണ്ടിപ്പെരിയാർ നടക്കുന്നുണ്ട്. AICCയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ KC വേണുഗോപാലും അതുപോലെ ശ്രീമതി ദീപാദാസ് മുൻഷിയും അവിടെ പങ്കെടുക്കും. ഇത് വളരെ ഗൌരവത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. ഒരു കാരണവശാലും ഇത്തരം അക്രമ സംഭവങ്ങൾ അനുവദിക്കാൻ പാടില്ല. പോലീസ് ദൌർഭാഗ്യവശാൽ പാർട്ടിക്കാർക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന ദയനീയമായ അവസ്ഥയാണ്. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എം മണി MLA. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്ത ഗവർണർ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നത് മര്യാദകേടാണ്. വല്ലയിടത്തും കിടക്കുന്ന വായ്നോക്കിയെയൊക്കെയാണ് ഗവർണറായി വെക്കുന്നതെന്നും എം മണി കട്ടപ്പനയിൽ പറഞ്ഞു. ഗവർണറെ ഇടുക്കി ജില്ലയിലേക്ക് സ്വാഗതം ചെയ്ത വ്യാപാരികളെയും എം മണി വിമർശിച്ചു. വ്യാപാരികൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും എം മണി പറഞ്ഞു. നമ്മുടെ നിയമസഭ പാസാക്കുന്ന ബില്ല് നിങ്ങളെല്ലാം കൂടെ തെരഞ്ഞെടുത്ത് അയച്ചതല്ലേ ജനപ്രതിനിധികളെ? അവർ പാസാക്കിയ നിയമം അത് ഒപ്പിടുകയല്ലാത്ത നാറിയെ നിങ്ങൾ വിളിച്ച കച്ചവടക്കാർ കൊണ്ടുകൊണ്ട് പുളിശ്ശേരി വെച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ മര്യാദകേടാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ വികാരം, നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ? അതോ നിങ്ങൾ പൂനായിന്ന് വന്നവരാണോ? അല്ലല്ലോ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ബഹുമാനിയായ കച്ചവടക്കാരെന്ന സുഹൃത്തുക്കളാണ്. എനിക്ക് നിങ്ങളോട് വഴക്കുള്ളതെന്നൊന്നും പറയല്ല. ഇത് ശരിയല്ല. ഈ നാടിയെ പേരാൻ നിങ്ങൾ പോകേണ്ട കാര്യമൊന്നും ഉള്ളതല്ല. ഞാനാണ് എൻ്റെ അഭിപ്രായം. അതാണ് നിങ്ങൾ ചെയ്യുന്ന മര്യാദകേടാണ്. ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ആഹാരത്തിൽ ആപ്പടിക്കുന്ന പണിയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവർണർക്കെതിരായ എം മണിയുടെ പരാമർശത്തിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ്. ഗവർണറെ മാത്രമല്ല എം മണി എല്ലാവരെയും മോശം പറയും. പിണറായി വിജയൻ ആളുകളെ ആക്ഷേപിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എം മണിയെയും സജി ചെറിയാനെയുമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഗവർണറെ മാത്രമല്ലല്ലോ, ഞാൻ ഇടുക്കി സന്ദർശനം നടത്തി തിരിച്ചു പോന്നാൽ എന്നെ കുറിച്ച് ഏറ്റവും മോശം വാക്കുകൾ പറയും. പിണറായി വിജയൻ വളരെ ബുദ്ധിപൂർവ്വം ആളുകളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ചിലരെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന മനസ്സിലായി. അത് ഒന്ന് മന്ത്രി സജി ചെറിയാനായിരുന്നു, രണ്ട് ഈ എം മണിയാണ്. ആരെയും ആക്ഷേപിക്കും, എല്ലാവരെയും ആക്ഷേപിക്കും. നമുക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മലീമസമാക്കേണ്ട ആവശ്യമില്ല. സംവാദങ്ങൾ നടക്കട്ടെ, ഡിബേറ്റുകൾ നടക്കട്ടെ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഡിസ്കോഴ്സ് ആണ്. അങ്ങനെ സംവാദങ്ങൾ നടക്കുമ്പോൾ അതിന് നാട്ടുകാർക്ക് ഗുണമുള്ള എന്തെങ്കിലും അതിനകത്ത് റിസൾട്ടായിട്ട് വരും. പക്ഷെ ഈ തെറിയ അഭിഷേകവും ഇതെല്ലാം മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ഈ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് കല്ലുകൊടുത്ത ആളുകളെ വിടും ചീത്ത വിളിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ചീത്ത വിളിപ്പിക്കുകയാണ്. അല്ലെ ബിഷപ്പുമാരെ അധിക്ഷേപിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ സംസാരിച്ചു. ഇപ്പോഴും മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ഇത് മുഴുവൻ നടക്കുന്നത്.
ഇടുക്കിയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ അനാവശ്യമെന്ന് പ്രതിപക്ഷ നേതാവ്. ജനജീവിതം ഇപ്പോൾ തന്നെ ദുരിതപൂർണമാണ്. തോന്നിയതുപോലെ രാഷ്ട്രീയ കാരണങ്ങൾക്ക് ഹർത്താൽ നടത്തുന്നതിനോട് യോജിപ്പില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഹർത്താലിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന അനാവശ്യമായ ഹർത്താലുകളൊന്നും നടത്തരുത്. ഇപ്പൊ തന്നെ ജനജീവിതം ദുരിതപൂർണമാണ്. കേരളത്തിന്റെ സ്ഥിതി പരമദയനീയമാണ്. ഒരു ദിവസം ഹർത്താൽ നടത്തുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം, ആളുകൾക്കുണ്ടാകുന്ന ദോഷം, ഇതൊന്നും പരിഗണിക്കാതെ തോന്നിയതുപോലെ രാഷ്ട്രീയ കാരണങ്ങൾക്ക് ഹർത്താൽ നടത്തുന്നതിനോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പില്ല. നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കും. ജനാധിപത്യത്തിൽ എല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. പോലീസ് സർക്കാരിന് കീഴിലാണ്. പ്രതിഷേധം നടത്തുന്നതും സർക്കാരിന്റെ ആളുകളാണ്. പിന്നെ എന്തിനാണ് ഈ നാടകമെന്നും ഗവർണർ പ്രതികരിച്ചു. Why not? Whatever constitutional duty is there, why this question should be asked? There is no doubt about that. Is there a breakdown of communication between the government and you, sir? I do not know. Why do you say that? Because day before yesterday, there was an ordinance, I have signed it. I do not know why anybody should say that. And where is the conflict? There is no conflict. If we respect, we don't try to trespass into the duties of the others. There is no conflict. Now the Honorable Supreme Court has made it so abundantly clear that you cannot interfere in the statutory functions of the Chancellor. ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആദർശ് അടക്കമുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പട്ടത്താണ് സംഭവം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ട്. വാർത്തകൾ തുടരും. ഇടവേളയ്ക്ക് ശേഷം. പ്രിയപ്പെട്ടവർക്ക് നൽകാൻ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് സാമ്പത്തിക അവഗണന തുടരുകയാണെന്ന് ധനകാര്യ വകുപ്പ്. അവസാന പാദത്തിൽ കടമെടുപ്പിൽ മാത്രം 5600 കോടി രൂപ വെട്ടി. കേന്ദ്രത്തോട് 7437 കോടി രൂപ ആവശ്യപ്പെട്ട സ്ഥാനത്താണിത്. 1838 കോടി രൂപ മാത്രമാണ് സംസ്ഥാനത്തിന് അനുവദിച്ചതെന്നും ധനകാര്യ വകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അയോധ്യ ഒരുങ്ങുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്ന അയോധ്യയിൽ വായുമലിനീകരണം ഉണ്ടാകില്ല. നെറ്റ് സീറോ കാർബൺ എമിഷൻ നഗരമായി മാറാനൊരുങ്ങുകയാണ് അയോധ്യ. ഇലക്ട്രിക് കാറുകൾ നിരത്തിലിറക്കിയാണ് പുതിയ നേട്ടത്തിലേക്കുള്ള അയോധ്യയുടെ പ്രയാണം. രാമജന്മഭൂമി വായുമലിനമുക്ത നഗരിയാവും. ഇലക്ട്രിക് കാറുകൾ നിരത്തിലിറങ്ങി നെറ്റ് സീറോ കാർബൺ എമിഷൻ നഗരമാക്കി അയോധ്യയെ മാറ്റാനാണ് തീരുമാനം. പ്രാണപ്രതിഷ്ഠാ ദിവസം എത്തുന്ന VVIPകൾക്ക് സഞ്ചരിക്കാൻ ഇലക്ട്രിക് കാറുകളാവും ഉപയോഗിക്കുക. VVIP വിനോദസഞ്ചാരികൾക്ക് സുഖകരമായ യാത്ര ഉറപ്പാക്കുന്നതിനായി 12 ഇലക്ട്രിക് കാറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ, മഹർഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലെല്ലാം ഇലക്ട്രിക് കാറുകൾ ഒരുക്കിയിട്ടുണ്ട്. കാറുകൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും. 10 കിലോമീറ്ററിന് 250 രൂപയും 20 കിലോമീറ്ററിന് 400 രൂപയും 12 മണിക്കൂറിന് 3000 രൂപയുമായിരിക്കും കാറുകളുടെ നിരക്ക്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മലപ്പുറം വളാഞ്ചേരിയിൽ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഉപഭോക്താക്കൾക്ക് നിരവധി ഓഫറുകളും സ്കീമുകളും ജ്വല്ലറിയിൽ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് റോഡിൽ ബസ് സ്റ്റാൻഡിന് സമീപമാണ് നവീകരിച്ച ഷോറൂം. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MD രാജഗോപാൽ എന്നിവർ ചേർന്ന് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ 8 വർഷത്തിൽ യാതൊരു പരാതിയും ഇല്ലാത്ത രീതിയിൽ ഏറെ വിശ്വസ്തയോട് കൂടിയിട്ട് പോയ ഒരു സ്ഥാപനമാണ്. വളാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് K മുഹമ്മദ് അലി, IMA പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലിക്ക് സ്വർണം കൈമാറി ആദ്യ വിൽപ്പന നടത്തി. ഡയമണ്ടിന്റെ ആദ്യ വിൽപ്പന കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി നിർവഹിച്ചു.
ഇന്നിപ്പോൾ നടന്നത് വളരെ സന്തോഷമുണ്ട്. എല്ലാ സെൽഫുമുണ്ട്, എല്ലാവരും വന്നിരുന്നു, എല്ലാവരും വന്ന് സഹകരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. ആഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുത്ത 20 പേർക്ക് ഡയമണ്ട് റിങ്ങുകൾ സൗജന്യമായി നൽകും. 20 പേർക്ക് പണിക്കൂലിയില്ലാതെ സ്വർണം നൽകും. ആഭരണങ്ങൾക്ക് 1 വർഷത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സ്കീമും ജ്വല്ലറിയിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. ടൊവിനോ തോമസ് നായകനാവുന്ന ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും അടുത്ത മാസം 9-ന് തിയേറ്ററുകളിലെത്തും. റിലീസ് തീയതി പ്രഖ്യാപിച്ചുള്ള ഒഫീഷ്യൽ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തിറക്കി. ഡാവിൻ കുര്യാക്കോസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ടൊവിനോയ്ക്ക് പുറമെ സിദ്ദിഖ്, ഇന്ദ്രൻസ്, ഷമി തിലകൻ, ബാബുരാജ് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ട്. അരുണാചൽ പ്രദേശിൽ നടന്ന നാഷണൽ യൂത്ത് ആൻഡ് ജൂനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം കരസ്ഥമാക്കി 16 വയസ്സുകാരി അമൃത സുനി. നിലവിലെ ദേശീയ റെക്കോർഡ് മറികടന്നാണ് അമൃതയുടെ നേട്ടം. തുടർച്ചയായി 4ാം തവണയാണ് അമൃത സ്വർണ്ണ നേട്ടം കൈവരിക്കുന്നത്. നിലവിലെ റെക്കോർഡായ 174 കിലോയിൽ നിന്ന് 178 കിലോഗ്രാമായി ഉയർത്തിയാണ് നേട്ടം. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ, വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോ 78,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3525 രൂപ, ഔൺസിന് 1,09,640 രൂപ. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുന്നു. നമസ്കാരം. ഈ പരിപാടി